തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ പ്രചാരണ പരിപാടിയിൽ നാടകീയ രംഗങ്ങളായിരുന്നു. ഓൺലൈനായി പ്രചാരണത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പേര് പരാമർശിക്കാത്തതിനെ തുടർന്ന് ശ്രീലേഖ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചാണ് ശ്രീലേഖയെ തിരികെ എത്തിച്ചത്. എന്നാൽ ഇറങ്ങിപ്പോക്ക് നിഷേധിച്ച് ആർ ശ്രീലേഖയും രംഗത്ത് വന്നു. വട്ടിയൂർക്കാവിലെ NDA പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളുമായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ നടത്തിയ സംവാദ പരിപാടിയിലായിരുന്നു നാടകീയ രംഗങ്ങൾ. ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്ത ജയശങ്കർ ഒരു തവണ പോലും ശ്രീലേഖയുടെ പേരോ വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ചോ പരാമർശിച്ചില്ല. ചടങ്ങിൽ പങ്കെടുത്ത BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് വാചാലനാവുകയും ചെയ്തു. For Rajiv Chandrasekhar ji, I have known him for many years. He is a very committed person, and we need leaders like him in public life. We need people with a track record. I wish you all the very best. ഇതോടെയാണ് സ്വന്തം പ്രചാരണ വേദിയിൽ നിന്നുള്ള ശ്രീലേഖയുടെ വാക്കൌട്ട്. ശ്രീലേഖ പോയ കാര്യം രാജീവ് ചന്ദ്രശേഖർ അറിഞ്ഞതുമില്ല. ഈ മീറ്റിംഗ് നമ്മുടെ ഏറെ ബഹുമാനായ ശ്രീലേഖജിയുടെ ക്യാമ്പയിൻ മീറ്റിംഗ് ആണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട്, അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ ശൈലജിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ഏറെ നേരമെടുത്താണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ അടക്കമുള്ള നേതാക്കൾ പിണങ്ങിപ്പോയ ശ്രീലേഖയെ അനുനയിപ്പിച്ച് വേദിയിൽ തിരിച്ചെത്തിച്ചത്. എന്നാൽ ഇറങ്ങിപ്പോക്ക് നിഷേധിച്ച് ആർ ശ്രീലേഖ രംഗത്തെത്തി. ഒളിഞ്ഞിരുന്ന് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയാണെന്ന് ശ്രീലേഖ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സഹോദരനും തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് വേണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നാണമില്ലേ ഒളിച്ചിരുന്ന ഒരു സഹോദരൻ കൂടെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കാനും എനിക്ക് പത്രക്കാരെ കുറിച്ച് വളരെയധികം മോശം അഭിപ്രായമേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയപ്പോൾ വേദിയിൽ മാറി നിന്ന ശ്രീലേഖയുടെ ദൃശ്യങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.